ഹായ് ഗൈസ്, ഹക്മി അച്ചുവിൻ്റെ 7ാമത്തെ പാട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു ചേഞ്ച് ഉണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ സൂക്ക് മോള് അതൊക്കെ ചെയ്ത് ഞാൻ മടുത്തു. നമ്മുടെ മദീന ഖലീഫയിലുള്ള ഡോക്ടർ കൂൾ റെസ്റ്റോറൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടുത്തെ കഞ്ഞി ഭയങ്കര ഫേമസാണ്. ഇവിടുത്തെ കഞ്ഞി കുടിക്കാൻ വന്നു ഞാൻ ഈ ഷോപ്പിന് ഇഷ്ടപ്പെട്ടതാ. അന്ന് ആ കഞ്ഞി ഉണ്ടാക്കി കുക്കിനെ കണ്ട ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് നോക്കാം, കേട്ടുവന്നു. വാ പോകാം വീഡിയോയിലേക്ക്. കമോൺ. നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് കയറാം. അത് നമുക്ക് ചെറിയ പിള്ളേരോടൊക്കെ ചോദിക്കാം. ഹലോ, എന്താ പേര്? ഇഷാൻ. ഇഷാൻ സുന്ദരനാണല്ലോ. നാട്ടിലെവിടെയാ? നാട്ടിൽ തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ അമ്മല ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. ഓക്കെ. ഇഷാൻ എന്നെ ഇഷ്ടപ്പെട്ടോ? എന്താ ഇഷ്ടപ്പെട്ടെ? പറ. ഡ്രസ്സ്. ആ, എൻ്റെ മഞ്ഞ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെ? ഡ്രസ്സ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ, എന്നെ കാണാൻ കൊള്ളൂല? കൊള്ളും. പിന്നെന്താ എന്നെ ഇഷ്ടപ്പെട്ടില്ല? ഡ്രസ്സ് മാത്രം ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞേ. എല്ലാവരും ഇഷ്ടമായി. എല്ലാം ഇഷ്ടമായി. എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ? കെട്ടിപ്പിടിക്കും. നാളെ വരാടെ കെട്ടിപ്പിടിക്കാൻ. അയ്യോടാ, പൂച്ചക്കുഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന പോലുണ്ട്. താങ്ക് യു. ഇതാരാ? ഷാന ചേച്ചിയില്ലേ? ചേച്ചി വാ, ചേച്ചി കെട്ടിപ്പിടിക്കട്ടെ. എന്താ മോടെ പേര്? ഇഷൽ. അങ്ങോട്ട് നോക്ക്. ഇഷൽ സുന്ദരിയാ അല്ലേ? നല്ല കണ്ണാടി. എനിക്ക് തരുമോ? അപ്പം കണ്ണാടി ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെ ശരി. എന്നെ ഇഷ്ടമായോ? എന്താ ഇഷ്ടമായുള്ള റീസൺ പറ. എന്താ പിള്ളേർക്കൊക്കെ കൊണ്ട് മഞ്ഞ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടല്ലോ? ഇനി ഫുൾ മഞ്ഞയിൽ ഇറങ്ങാം. ഡ്രസ്സ് മാത്രം ഇഷ്ടപ്പെട്ടുള്ളോ? എന്നെ കാണാൻ കൊള്ളൂലേ? മേക്കപ്പ് ഒക്കെ ഭംഗിയുണ്ട്. മേക്കപ്പ് ചെയ്യാറുണ്ടോ? ചിലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. ഓക്കെ. എങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊന്ന് ഹഗ് ചെയ്യാവോ? ശരി. പിള്ളേർക്കൊന്നും കാലമില്ല, ഫുഡൊന്നും കഴിക്കുന്നില്ല. റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നില്ലെന്ന് തോന്നാ. ശരി, താങ്ക് യു. ഹായ്. മലയാളിയാ? നാട്ടിലെവിടെയാ? കോഴിക്കോട്. ഞാൻ ഇവിടെ ഇരിക്കട്ടെ? ചെറുക്കന് പേടിയൊന്നും ഞാൻ അടുത്തോട്ട് വരുന്നു. ഓക്കെ. എന്താ വിശേഷം? നല്ല വിശേഷം. സുഖാണോ? എവിടെ ജോലി ചെയ്യുന്നത്? ക്യാപ്കോൾ. എനിക്ക് അറിയത്തില്ല. അറിയാത്ത കാര്യങ്ങളെ പറ്റിയും കൂടുതൽ ചോദിക്കാറില്ല. ഓക്കെ. എന്നെ ഇഷ്ടമായോ? കാണാൻ കൊള്ളാമോ? സുന്ദരിയാണോ? എന്താ കാര്യം ഇഷ്ടപ്പെടാനുള്ള? ഫുള്ള് മേക്കപ്പ് ഇട്ടതുകൊണ്ട് കൊള്ളാം. നമ്മൾ മേക്കപ്പ് വെച്ചാൽ എന്നെ കാണാൻ ഭംഗിയില്ലെന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ. എന്നെ കെട്ടിപ്പിടിക്കാവോ? ഇല്ല. എന്താ കാര്യം? കെട്ടിപ്പിടിക്കത്തില്ലേ? കാരണം പറയണം. എന്താ റീസൺ പറ. ഏതൊരു കാര്യത്തിനും റീസൺ ഉണ്ടല്ലോ. പെണ്ണായതുകൊണ്ട്. പെണ്ണുങ്ങൾ ഭാര്യ പെണ്ണല്ല? ഭാര്യ കെട്ടിപ്പിടിക്കാലോ. ഓക്കെ. അപ്പൊ എന്നെ കെട്ടിപ്പിടിച്ചത് എന്താ? കെട്ടിപ്പിടിക്കാൻ പറ്റാത്തോണ്ട്. എന്താ റീസൺ പറ. പെണ്ണായോണ്ട്. ഭാര്യ ഇല്ലാത്തോണ്ടാ? കുട്ടി പറയുന്നത് ഭാര്യ ഇല്ലാത്തോണ്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നില്ല, ഭാര്യയെ മാത്രമേ കെട്ടിപ്പിടിക്കില്ല. ഉമ്മാനെ കെട്ടിപ്പിടിക്കാറുണ്ടോ? ഭാര്യനും ഉമ്മാനെ കെട്ടിപ്പിടിക്കുമ്പോ എന്താ ഡിഫറൻസ് ഫീൽ ചെയ്യാറ്? രണ്ടും സ്നേഹം തന്നെയാണ്. രണ്ട് തരത്തിലുള്ള സ്നേഹം. എന്നോട് സ്നേഹം ഇല്ല എന്ന് സാരം അല്ലേ? അങ്ങനല്ല, സ്നേഹം കെട്ടിപ്പിടിക്കണം എന്നില്ലല്ലോ. സ്നേഹം അല്ലാണ്ട് പ്രകടിപ്പിക്കാം, കെട്ടിപ്പിടിക്കാണ്ടല്ലേ അല്ലേ? അതാ പറഞ്ഞത്. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും, ദൈവത്തിന് അറിയാം. നമുക്ക് ഷോപ്പിനകത്ത് കയറി കെട്ടിപ്പിടിക്കാം. കൈസ് ഹലോ. മലയാളം എങ്ങനെ അറിയാം? ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ പഠിച്ചതാണ്. ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടെന്നോ? ഇവിടെ ഒന്നാണോ മലയാളം പഠിച്ചത്? അപ്പൊ എവിടെയാ നാട്ടില്? ബാംഗ്ലൂർ. ബാംഗ്ലൂരിലായിട്ട് മലയാളം പറയുന്നത് കേട്ടോ. മലയാളികൾ തോറ്റു പോകുന്ന മലയാളമാണ്. ഓക്കെ. എന്നെ ഇഷ്ടമായോ? എന്നെ കാണാൻ കൊള്ളാവോ? സുന്ദരിയാണോ? ഞാൻ വന്ന് പെട്ടെന്ന് കെട്ടിപ്പിടിക്കട്ടെ എന്ന് ചോദിക്കുന്നു. എന്ത് പറയും മറുപടി? കെട്ടിപ്പിടിക്കുമെന്ന് പറയോ? അതില്ലെന്ന് പറയോ? കെട്ടിപ്പിടിക്കുമെന്ന് പറയും. എന്ന് കെട്ടിപ്പിടിക്കും. അയ്യോടാ, പറഞ്ഞപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചടാ. എന്തൊരു സ്നേഹമാണ്. താങ്ക് യു. എന്താ പേര്? സച്ചിൻ. ഓക്കെ. ഹായ്, ഹൗ ആർ യു? എന്താ പേര്? വാട്ട്സ് യുവർ നെയിം? ഹൻസി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരികയാണ് ഹൻസി. ഹഗ്. അയ്യോടാ, പറഞ്ഞപ്പോൾ തന്നെ ഹഗ് ചെയ്തു. ഇവിടെ ഉള്ളവർക്കൊക്കെ ഹഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. വിശേഷം എന്താ? സുഖാണോ? മാലു ഇല്ലടാ, മലയാളം അറിയില്ല. കൈസായി. ഞാൻ ഹിന്ദി പഠിക്കണം, മലയാള സീന. നിങ്ങൾ എന്നെ ഫാനാണോ? എങ്ങനെ ഫാനായി? കണ്ടിട്ടുണ്ട്. ആണോ? എങ്ങനെയുണ്ട് റീൽസ് ഒക്കെ? ഏറ്റവും ഇഷ്ടപ്പെട്ട റീൽ ഏതാ? എല്ലാം ഇഷ്ടമാണ്. കൂടുതൽ എന്റെ ഇഷ്ടപ്പെടാൻ കാരണം പറ. നിന്റെ ശരീരം കണ്ടിട്ടൊന്ന് പച്ചക്ക് പറയുന്നു. അതെന്ത് ശരീരത്തെ എന്ത്? ഡ്രസ്സിങ് അടിപൊളിയാണ്. ഓക്കെ. ചേട്ടൻ ഉദ്ദേശിച്ചതാണ്. ഹെയർ സ്റ്റൈൽ അടിപൊളിയാണ്. ഒന്ന് തൊട്ട് നോക്കുന്നോ? കൊള്ളാല്ലേ? പരസ്യം കഴിഞ്ഞിട്ട് പിന്നെ എന്റെ മുടിയായിരിക്കും ഇങ്ങനെ കാണുന്നല്ലേ? എന്റെ ഹഗ്മി കാണാറുണ്ടോ?
എന്നെ വീഡിയോയിൽ കാണുന്നതാണോ അത് നേരിട്ട് കാണുന്നതാണോ കൂടുതൽ ഭംഗി? രണ്ടും കുഴപ്പമൊന്നുമില്ല. രണ്ടും കുഴപ്പമില്ല. നേരിട്ട് മേക്കപ്പ് കുറച്ച് കൂടുതൽ. അത് പിന്നെ ക്യാമറ കൊണ്ട് വരുമ്പോൾ മേക്കപ്പ് ചെയ്യണ്ടേ? അല്ലാണ്ട് പിന്നെ zoom ചെയ്താൽ ശരിയാവും. ക്ലിയർ ആയിട്ട് എടുത്താൽ ക്ലിയർ ആവും. ക്ലിയർ ആ. ഓക്കെ, അപ്പൊ എന്നെ ഒന്ന് ഹഗ് ചെയ്യ്. താങ്ക് യു. മുതലാളി ഒഴികെ എല്ലാ തൊഴിലാളികളെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കുന്നതായിരിക്കും. ക്യാൻ യു ഹഗ് മീ? അയ്യോടാ, കെട്ടിപ്പിടിക്കും മനുഷ്യ. താങ്ക് യു. മേളിൽ മുതലാളി ഉണ്ടെന്ന് അറിഞ്ഞു. മുതലാളിയെ കൂടെ ഒന്ന് കെട്ടിപ്പിടിക്കാം. ഈശ്വര, ശബരിമല കയറാമല്ലോ ഇത്ര പാട്. വീണാ നല്ല രസമായിരിക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടോ മുതലാളിയോട് പറയണം. ആ, നാട്ടിരിക്കുന്നു മുതലാളി, സുന്ദരനായ മുതലാളി. നിങ്ങളാണല്ലേ എൻ്റെ മുതലാളി? എന്താ പേര്? നിഷാദ്. നിഷാദ്. എവിടെ നാട്ടില്? തൃശ്ശൂർ. തൃശ്ശൂർ. ഓക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഷോപ്പിലെ സെയിലൊക്കെ? കുഴപ്പമില്ല. നിങ്ങളുടെ കഞ്ഞി കുടിക്കാൻ വന്ന് ഞാൻ ഈ ഷോപ്പിന്റെ ലവർ ആയതാണ്. ആരാ നിങ്ങളുടെ കുക്ക്? ആലപ്പുഴയിലുള്ള രണ്ടുപേരും. ആ, നമ്മുടെ നാട്ടുകാരനാട്ടോ. ആലപ്പുഴയിലോ? അതാ കഞ്ഞിക്കൊക്കെ ഇത്ര ടേസ്റ്റ്. കുട്ടികളല്ലേ? ഓക്കെ, നമ്മൾ ആദ്യം കെട്ടിപ്പിടിച്ച പുള്ളിൻ്റെ കുട്ടികളായിരുന്നു. ഇതിന്റെ പേരിലാരാ ഉള്ളത്? കിച്ചൺ. ഹലോ, എൻ്റെ പൊന്നെ എന്നാന്ന് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. നാളെ വന്നോ? നാട്ടിലെവിടെയാ? കട്ടപ്പന. ആ, ഓക്കെ. ചേട്ടനോടെ കഞ്ഞി ഉണ്ടാക്കണേ? ആണോ? കഞ്ഞിക്കൊക്കെ അടിപൊളി ടേസ്റ്റാ. ആരുടെ കൈപ്പുണ്യം പകർന്നു കിട്ടിയത്? അമ്മയുടെ ആയിരിക്കും. ചെറുപ്പം തൊട്ടേ കുക്ക് ചെയ്യുമോ? ആ, ഏറ്റവും നന്നായിട്ട് സ്പെഷ്യൽ എന്താ ചേട്ടൻ്റെ സ്പെഷ്യൽ? ഈ ഡോക്ടർ സ്കൂളിൽ വരുന്ന ആരെങ്കിലും പറയാറുണ്ടോ ഫുഡൊക്കെ അടിപൊളി? നിങ്ങളുടെ പറയാറുണ്ട്. ഞാൻ നിങ്ങളുടെ കഞ്ഞി കുടിച്ച് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ കഞ്ഞി ഫാനാണ്. ഓക്കെ, എന്നെ ഇഷ്ടമായോ? കാണാൻ എങ്ങനെയായിട്ട് സുന്ദരിയല്ലേ? ആണ്. ഓക്കെ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ? ഇല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഇഷ്ടപ്പെട്ട് എന്നാ കെട്ടിപ്പിടിക്ക്. ഇഷ്ടപ്പെട്ട് കെട്ടിപ്പിടിക്കത്തില്ല. എന്താ കാര്യം പറഞ്ഞോ? എന്താ കെട്ടിപ്പിടിക്കാത്ത റീസൺ പറയാം. നമുക്ക് ഏത് തരത്തിലൊരു കാരണം വേണമല്ലോ. കല്യാണം കഴിക്കാത്തതുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നില്ല. എന്നെ എങ്ങനെ കെട്ടിപ്പിടിച്ച് വേറെ പെണ്ണ് കിട്ടിയില്ലെങ്കിലും നല്ല ടെൻഷൻ കൊണ്ടാന്ന് തോന്നുന്നു. പറയാൻ പറ്റും അതിൻ്റെ കാര്യം. അതുകൊണ്ടല്ലേ നല്ല നല്ല പെണ്ണിനെ കിട്ടും. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ശരി, താങ്ക് യു, ബൈ. ഹായ്. മലയാളിയാ? അതെ. അവിടെ നാട്ടില് കോഴിക്കോട്. ഇവിടെ എന്ത് ചെയ്യാ? നിങ്ങളുടെ ഷോപ്പാണോ അത്? അതെ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇവിടെ കണ്ണ് കാണാൻ കൊള്ളാലോ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ എല്ലാം കൂടെ എന്താ മിക്സ് ചെയ്തൊരു കണ്ടു. പച്ച, മഞ്ഞ, നീല എല്ലാം കൂടെ ഉണ്ടെന്ന് കണ്ണു തുറന്ന് കാണിച്ചേ. കണ്ടോ, ചേട്ടൻ്റെ കണ്ണിച്ച് വെറൈറ്റി അല്ലേ? ഓക്കെ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? കൊള്ളാവോ? സുന്ദരിയാണോ? പിന്നെ എന്താ കാര്യം? എന്നെ ഇഷ്ടപ്പെട്ടുള്ള കാര്യം പറ. എന്നാലും കൊള്ളത്തില്ലെന്ന് പറയണമെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല കൊള്ളില്ല എന്ന് പറയണം. നിങ്ങൾ കൊള്ളാന്ന് പറഞ്ഞു, അപ്പൊ എന്ത് കൊള്ളാം? അതിപ്പോ ഒരാളെ മുഖത്ത് നോക്കിട്ട് ഇപ്പൊ എങ്ങനെയാ പറയാ? എന്റെ മുടി കാണാൻ കൊള്ളാം, എന്റെ കണ്ണ്. ഇപ്പൊ നിങ്ങളുടെ കണ്ണ് കാണാൻ കൊള്ളാന്ന് ഞാൻ പറഞ്ഞില്ലേ? അതുപോലെ എന്താ ഇഷ്ടമായത് പറയും. നിങ്ങളുടെ ഗെറ്റപ്പ് കൊള്ളാം. ഡ്രസ്സിങ്ങും കാര്യങ്ങളും. ഡ്രസ്സിങ് പിള്ളേർക്ക് ഇന്നെ ഡ്രസ്സിങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി ഇങ്ങനത്തെ ഡ്രസ്സിൽ വരാം. ഓക്കെ, ശരി. എന്റെ ചാനൽ കാണാറുണ്ടോ? ഇല്ല. കാണാറില്ലേ? അഗ്നി അച്ചു എടുത്ത് ഫോളോ ചെയ്തേ. ഞാൻ പോയി കഴിഞ്ഞിട്ട് ഫോളോ ചെയ്താൽ മതി. എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ? അയ്യോ, എന്താ കാര്യം? അത് വേണ്ട. എന്താ കാര്യം? അത് വേണ്ട. ഞാൻ കാണാൻ കൊള്ളാം, എൻ്റെ ഡ്രസ്സിങ് കൊള്ളാം, എൻ്റെ ഗെറ്റപ്പ് കൊള്ളാം, പക്ഷെ എന്നെ കെട്ടിപ്പിടിക്കത്തില്ല. എന്താ റീസൺ പറ. റീസൺ പറ. എന്നെ കെട്ടിപ്പിടിക്കാത്തത്? ഒരു പെൺകുട്ടി വന്ന് പെട്ടെന്ന് വന്നിട്ട് കെട്ടിപ്പിടിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? വേണ്ടെന്ന് പറയാം. എന്താ കാര്യം? എന്തിനാ അത്? ഒരു രസം അല്ല, കെട്ടിപ്പിടിക്കുമ്പോൾ രസമല്ലേ? ആണ്. രസം വേണ്ട. എനിക്ക് രസം വേണ്ടെന്നാ ചേട്ടൻ പറയുന്നത്. ചേട്ടൻ രസം ഇഷ്ടപ്പെടാത്ത ആളാണെന്ന് തോന്നുന്നു. ശരി, താങ്ക് യു. ഓക്കെ ഗൈസ്, നമ്മുടെ ഡോക്ടർ സ്കൂളിൽ ഈ ആഴ്ചത്തെ ഹാക്മീൻ്റെ എപ്പിസോഡ് കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ചൂട് ഷവർമ 2 പീസായിട്ട് അവർ കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കേണ്ടത് കൊണ്ട് മാത്രം ഞാൻ ഈ ആഴ്ച പോവുകയാണ്. ബൈ പറ. ബൈ പറ. അപ്പോൾ ബൈ.